എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേരളത്തിൽ സിപിഐഎമ്മിനെ ലക്ഷ്യം വെക്കുന്നുവെന്ന് പറയുമ്പോൾ തന്നെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും കസ്റ്റഡിയിൽ തന്നെ തുടരുന്ന സാഹചര്യം ആണ് ഉള്ളത്. ഡൽഹി മദ്യനയ കേസിൽ മന്ത്രിമാരായ സൗരഭ് ഭരദ്വാജിനെയും അതിഷി മെല്ലനെയും ലക്ഷ്യമിട്ട് ഇഡി കേസിൽ അറസ്റ്റിലായ വിജയ് നായർ ഇവരുമായാണ് ബന്ധപ്പെട്ടിരുന്നത് എന്ന് കെജ്രിവാൾ പറഞ്ഞതായി ഇഡി കോടതിയെ അറിയിച്ചു. കെജ്രിവാളിനെ സിബിഐയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടേക്കും. ആർ രാകേഷ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. രാകേഷ്, ഈ പറയുന്ന രണ്ട് നേതാക്കൾ അവർ AAPയുടെ നേതാക്കളാണ് എന്ന് പറയുമ്പോൾ തന്നെ ഈ കമ്മ്യൂണിക്കേഷൻ ഇൻചാർജ് ആയിരുന്നല്ലോ വിജയ് നായർ. അപ്പോൾ സ്വാഭാവികമായും ഇവർക്ക് കൂടുതൽ വിജയ് നായരുമായി ബന്ധപ്പെടേണ്ടി വരില്ലേ? അതിനെ ഈ അഴിമതിയുമായി എങ്ങനെയാണ് ഇഡി ബന്ധപ്പെടുത്തുന്നത്? അഭിലാഷ്, ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടതോടെ തിഹാർ ജയിലിലാണ് അരവിന്ദ് കെജ്രിവാൾ ഉള്ളത്. ഇന്നലെ വൈകിട്ട് 4:45 കൂടിയാണ് കെജ്രിവാളിനെ തിഹാർ 2ാം നമ്പർ ജയിലിൽ എത്തിച്ചിട്ടുള്ളത്. ഏതായാലും ജയിലിലെ 670 അരവിന്ദ് കെജ്രിവാളിന്റെ നമ്പർ. ഒപ്പം തന്നെ 5 സന്ദർശകർക്കും അനുമതി നൽകിയിട്ടുണ്ട്. കെജ്രിവാളിന്റെ ഭാര്യ, ഒപ്പം തന്നെ 2 മക്കൾ, പ്രൈവറ്റ് സെക്രട്ടറി ബിബവ് കുമാർ, രാജ്യസഭാ എംപിയും ആം ആദ്മി പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയുമായ സന്ദീപ് പഥക്, ഇവർക്ക് കെജ്രിവാളിനെ സന്ദർശിക്കാമെന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഇഡി ചില നീക്കങ്ങൾ കൂടി നടത്തുന്നുണ്ട്. ഇന്നലെ കോടതിയിൽ ഇഡി വ്യക്തമാക്കിയ കാര്യം കെജ്രിവാൾ മറ്റ് 2 പേരുടെ പേരുകൾ കൂടി പരാമർശിച്ചു എന്നാണ്. അതായത് നേരത്തെ ഈ കേസിൽ അറസ്റ്റിലായ കമ്മ്യൂണിക്കേഷൻ ഇൻചാർജ്, ആം ആദ്മി പാർട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ ഇൻചാർജായ വിജയ് നായർ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് സൗരഭ് ഭരദ്വാജുമായും മന്ത്രിമാരായ സൗരഭ് ഭരദ്വാജ്, അതിഷി മെർലാന എന്നിവരുമായിരുന്നു. താനുമായി അത്ര സമ്പർക്കം പുലർത്തിയിരുന്നില്ല വിജയ് നായർ എന്ന് കേജ്രിവാൾ പറഞ്ഞു എന്നാണ് ഇഡി വ്യക്തമാക്കിയത്. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, മറ്റു നേതാക്കളെ കൂടി ഈ കേസിൽ ഇഡി ലക്ഷ്യമിടുന്നു എന്ന് വ്യക്തമാണ്. കാരണം ഈ കേസിൽ അരവിന്ദ് കെജ്രിവാൾ നിലവിൽ അറസ്റ്റിലാണ്, മനീഷ് സിസോദിയ നിലവിൽ അറസ്റ്റിലാണ്, ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാംഗമായ സഞ്ജയ് സിംഗ് അറസ്റ്റിലാണ്. അപ്പോൾ നിലവിൽ ഡൽഹിയിൽ സജീവമായ ആം ആദ്മി പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന 2 മന്ത്രിമാരാണ് സൗരഭ് ഭരദ്വാജും അതിഷി മെർലാനയും. അപ്പോൾ അവർക്കും ഇത്തരത്തിൽ മദ്യനയത്തിൽ പങ്കുണ്ടെന്നാണ് ഈ ഘട്ടത്തിൽ ഇഡി പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ഈ വാദങ്ങളെ തള്ളിക്കൊണ്ട് ആം ആദ്മി പാർട്ടി ഇപ്പോൾ രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഡൽഹി ഹൈക്കോടതിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു ഹർജി പരിഗണിക്കുന്നുണ്ട്. ഈ ഹർജിയിൽ പ്രധാനമായും കെജ്രിവാൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഇഡിക്ക് യാതൊരു തെളിവുമില്ല, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായാണ് ഇത്തരമൊരു കേസ് എടുത്തിരിക്കുന്നതും തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നുവെന്നാണ് വാദം. പക്ഷേ ഇഡി മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വാദം, കൃത്യമായ തെളിവുകളുണ്ട്. പണം, അതായത് ഗോവ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ഉപയോഗിച്ച് കെജ്രിവാൾ നേരിട്ട് പണം വാങ്ങി എന്നാണ് വ്യക്തമാക്കുന്നത്. മാത്രവുമല്ല, കെജ്രിവാൾ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നൊരു നിലപാട് ഇന്നലെ കോടതിയിൽ ഇഡി വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടൊരു തീരുമാനവും ഉണ്ടായത്. ഇന്നലെ ഇഡി കൂടുതൽ കസ്റ്റഡിയിൽ വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചില്ല. കാരണം പലപ്പോഴും നിസ്സഹകരണമാണ് കെജ്രിവാളിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. ഏതായാലും ഇതിനൊപ്പം തന്നെ നിയമവശങ്ങൾക്കൊപ്പം തന്നെ രാഷ്ട്രീയ നീക്കങ്ങളും മറുവശത്ത് ഡൽഹി സജീവമായി നടക്കുന്നുണ്ട്. BJP നേതാക്കൾ രാഷ്ട്രപതി ഭരണം വേണമെന്നൊരു ആവശ്യം ഇതിനോടകം തന്നെ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. അതായത് കെജ്രിവാൾ നിലവിൽ ജയിലിലാണ്. അപ്പോൾ ജയിലിലിരുന്ന് ഭരിക്കാൻ കഴിയില്ല എന്ന് ലഫ്റ്റനന്റ് ഗവർണർ നേരത്തെ വ്യക്തമാക്കിയതാണ്. അപ്പോൾ ഇനി കേന്ദ്രവും ലഫ്റ്റനന്റ് ഗവർണറും ഒക്കെ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് നിർണായകമാകും. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലമാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അത് കോടതിയിൽ മറ്റും പോയി കഴിഞ്ഞാൽ തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് കൃത്യമായ കൂടിയാലോചന കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനത്തിലേക്ക് കേന്ദ്രം കടക്കുക. ഏതായാലും അതിനുള്ള സാധ്യതകൾ കേന്ദ്രം ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നുണ്ട്. ഡൽഹിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങൾ ആണ് ആർ രാകേഷ് നാഷണൽ ഡെസ്കിൽ നിന്നും പങ്കുവച്ചത്. ഇനി